ആദ്യമേ നമുക്ക് തുടങ്ങുന്നത് ലീനിയർ ആൾജിബ്ര ആണ്. ഡിറ്റർമിനന്റ്. ഓക്കെ, ഈ ലീനിയർ ആൾജിബ്ര പാർട്ട് ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിസസ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ 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 ദാറ്റ് ഈസ് ഇൻ ദിസ് യൂണിറ്റ് വി ഷാൽ ലേൺ അബൌട്ട് ദ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് എന്താ പിള്ളേരെ? നമ്മുടെ ടു വേ അറേഞ്ച്മെന്റ് ആണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് അല്ലേ? ഹലോ, നിങ്ങൾ ഹലോ, അപ്പൊ ഞാൻ വേറെ ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുള്ളത്, ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഓഡിബിൾ ആണോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. കാരണം എങ്കിലേ നിങ്ങളുടെ ഈ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് എനിക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ടു വേ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സപ്പോസ് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്ന കുട്ടികളുടെ മാത്തമാറ്റിക്സിന്റെ മാർക്സ് എടുക്കാൻ നമ്മൾ വിചാരിക്കുക. അങ്ങനെ നമ്മൾ എടുക്കാൻ മാർക്സ് എടുക്കും, മാത്തമാറ്റിക്സ് മാർക്ക് എടുക്കാൻ നമ്മുടെ റോൾ നമ്പേഴ്സ് അല്ലേ? 1 2 3 നമ്മൾ 30 സ്റ്റുഡൻസ് ഉണ്ട്. സപ്പോസ് 30 സ്റ്റുഡൻസ് ആർ ദർ. അതിൽ നമ്മൾ മാത്തമാറ്റിക്സിന്റെ മാർക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൺ വേയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതേസമയം മോർ ദാൻ വൺ മാത്സിന്റെ മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക്, അങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റുകളിലെ മാർക്കുകളിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാലോ അതൊരു ടു വേ അറേഞ്ച്മെന്റ്, ഒരു ടാബുലർ ഫോമിലോട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. റൈറ്റ്? സോ ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്, ടു വേ അറേഞ്ച്മെന്റിലോട്ടാണ് നമ്മൾ ഈ ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിസസ് എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി ലേൺഡ് ഓൾ ദീസ് തിങ്സ് ഇൻ ദ സ്കൂളിംഗ്, റൈറ്റ് അല്ലേ? സ്കൂൾ ലെവലിൽ നിങ്ങൾ ഇതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കുറച്ച് വരുന്നു, പിന്നെ കുറച്ചുകൂടി ഡെപ്തിലോട്ട് നമ്മൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ആ ഡിറ്റർമിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് ദിസ് നൊട്ടേഷൻ, റൈറ്റ്? ദിസ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 2 and 3 ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ സിലബസിൽ. എനി ഓർഡർ ക്യാൻ ബി, ദാറ്റ് ക്യാൻ ബി എനി ഓർഡർ, m number of these are known as the rows and these are known as the columns, right? Hello, okay. And the rows are denoted by generally Ri, capital Ri, and columns are denoted by Cj. And generally we say that m by n determinant of order m by n, that means m number of rows and n number of columns. First number represent the row number and the second number represent the column, right? So when we say that R1 2, that means the first row, this one, first row and second column. Okay, like that. Is it clear? Is it clear? അതിലോട്ട് നമ്മൾ ഡെപ്തിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇനി ഡിറ്റർമിനന്റ് നമ്മൾ ഡിറ്റർമിനന്റ് ഈസ് ഓഫ് ഓർഡർ 2 റിട്ടൺ ബൈ എ ബി സി ഡി, വേർ എ ബി സി ഡി ആർ എനി കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന എനി റിയൽ നമ്പർ എന്നുള്ളതേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് എല്ലാം അല്ലേ, എക്സ് പ്ലസ് ഐ വൈ, ഇസിൻറ്റ് ഇറ്റ്? ഓക്കെ, അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്നുള്ളൊരു വേർഡ് കേട്ടിട്ട് ബോധർ ചെയ്യണ്ട. കാരണം ചോദിച്ചാൽ when this part is absent, this one will be only the real part will be existing. But generally we say that any complex number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇത് എലമെന്റ്സ് മേ ബി എനി നമ്പർ എന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട്. ഓക്കെ ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് വിൽ ബി, ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, എ ഡി മൈനസ് ബി സി, റൈറ്റ് അല്ലേ? ഓക്കെ, നിങ്ങൾ കയ്യിലൊരു ബുക്കും പെന്നും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് പ്രോബ്ലം കൂടെ ഇടയ്ക്ക് ചെയ്ത് പോകണം. നമ്മളെ മാത്തമാറ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കും, അല്ലെ പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ മനസ്സിലാവും, വളരെ ഈസിയാന്ന് തോന്നും നമുക്ക്. ബട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ യൂഷ്വലി പറയാറുള്ള ഒരു സെന്റൻസ് ഇതാണ്, നമ്മൾ നീന്തൽ പഠിക്കുക, നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നീന്തൽ സ്വിമ്മിങ് അറിയാവുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ സ്വിമ്മിങ്ങിന്
ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പുറത്തിരുന്ന് തിയറി പഠിക്കുമ്പം ഇങ്ങനെ ചെയ്യണം, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കൈയിട്ട് അങ്ങനെ ചെയ്യണം, കാലിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നീന്തൽ അറിയാവുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? സ്വിമ്മിങ്? ഓക്കെ. പക്ഷെ നമുക്കറിയാം വെള്ളത്തിൽ ഇറങ്ങി നീന്തുമ്പോൾ ഈ പറയുന്ന തിയറി ഒന്നും അത്ര പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല, അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എസ്പെഷ്യലി മാത്തമാറ്റിക്സ്. നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത്. അതിന്റെ സൈൻ വന്നു, ഇതിലോട്ട് വരുന്നു, ആൻസറുകളിലോട്ടൊക്കെ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ സി. ഓക്കെ, സി നോക്കിക്കേ. ഇത് നമുക്ക് കുറച്ച് പ്രോബ്ലം തന്നെ. കമ്പ്യൂട്ടർ ദ ഫോളോയിങ്, ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇതൊക്കെ ഇങ്ങ് പോകും. അപ്പം നമ്മുടെ മെമ്മറി കിടക്കുന്ന റിഫ്രഷ് ആയി വരികയും ചെയ്യും. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് വൺ? ഡിറ്റർമിൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യും പിള്ളേരെ? 3 into 6. ഓക്കെ, 6 മൈനസ്. എങ്ങനെ നമ്മൾ ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പാർട്ട് ബ്രാക്കറ്റ് തന്നെ ഇട്ട് പോകണം. മൈനസ് ബ്രാക്കറ്റിനുള്ളില് മൈനസ് 2 into 5. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് സൈനും ഒക്കെ മാറിപ്പോകും. ഇസ് ഇറ്റ് ക്ലിയർ? സോ എങ്ങനെ വരും? 18 മൈനസ് ബ്രാക്കറ്റിൽ എത്ര വന്നു? -10. ഓക്കെ, ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ദെൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്തു വരണം. ഇസ് ഈക്വൽ ടു 28. കണ്ടോ? ഇതുവരെ ഈ ഒറ്റ സ്റ്റെപ്പിലൊക്കെ ഇത് എഴുതി വെക്കും ആൻസർ. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ടേമിനെ ഇതിനെ ബ്രാക്കറ്റിൽ കൊടുക്കുക, മൈനസ് അടുത്ത പാർട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഒരു 2 സ്റ്റെപ്പ് കൂടി എഴുതി പോകുന്നത് തെറ്റില്ല, പക്ഷേ നമുക്ക് മിസ്റ്റേക്ക് വരാതിരിക്കും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തു പോകും. റൈറ്റ്? അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ ഈ ഇതിൽ നോക്കാതെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ടൊന്ന് ചെയ്തേ. 1 minute ഞാൻ ചെയ്ത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻവോൾവ് ആവും അതിൻ്റെ അകത്ത്. ചെയ്തോ? യെസ് മാം, ചെയ്തു. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? 1-2 റെസ്പോൺസ് കൂടി പറയൂ. ഓക്കെ, പോട്ടെ. ഇനി ഇതുപോലെ നമുക്ക് അടുത്തത് ഈ നമ്പേഴ്സ്, നമുക്ക് ഡിജിറ്റ്സ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണ് അതിനെ, അല്ലേ? അതേസമയം നമുക്ക് ബാക്കി ലെറ്റേഴ്സാണ് വരുന്നെങ്കിലോ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ നമ്മൾ ഇതിനേക്കാളും കുറച്ചുകൂടി കെയർഫുൾ ആവണം. ഓക്കെ, ഓക്കെ. ഈ സെക്കൻഡ് വേണമെന്ന് ചെയ്ത പിള്ളേരെ നീ ചെയ്യത്തില്ലേ? എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു, ഈ ഡയഗണൽ അല്ലേ? പ്രിൻസിപ്പൽ ഡയഗണൽ മൈനസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു. A square into B square minus AB into AB. കിട്ടിയോ? Yes ma'am. What's the answer? A square B square minus AB whole square. Okay, that's also A square B square, right? It will be 0. Okay.
കിട്ടിയോ? 0 കിട്ടിയോ? Yes, ma'am. ഓക്കെ. ഇനി ഈ കോംപ്ലക്സ് നമ്പർ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നു. കോംപ്ലക്സ് നമ്പറിന്റെ അറിയാമല്ലോ, മൾട്ടിപ്ലിക്കേഷൻ. വേണേ ഇതുകൂടി ഒന്ന് ചെയ്തു. തേർഡ് വൺ. A plus IB into A minus IB. I square, I എന്ന് പറഞ്ഞത് അറിയാമല്ലോ പിള്ളേരെ? Do you know what is I? Root of -1. Isn't it? Yes, ma'am. Okay. Then what is product of these two? A plus IB into A minus IB, which is equal to, what is that? Do we know? A square plus B square. Hello? Yes, ma'am. A square plus B square കിട്ടി. Okay. Then what about this one? Okay, what is that? Alpha plus I beta into alpha minus I beta. That will be alpha square plus beta square, right? Correct. Then gamma plus IS minus gamma plus IS. Is S square. Y square plus S square. Is it Y or gamma? I'm sorry, gamma. Gamma. Okay, this is whatever maybe. It's a real number. എത്ര കിട്ടി ആൻസർ? കിട്ടിയോ? ഹലോ കിട്ടിയോ? മിസ് ഇതൊന്നേ ഓടിച്ചൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അത് നേരത്തെ കേട്ടില്ല. അതുകൊണ്ടാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. നമ്മൾ എന്താ പറയാ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു അല്ലേ? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറാ. ഓക്കെ, ഹലോ അല്ലേ? നമ്മൾ റിയൽ നമ്പർ മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ.
Isn't it? ഓർക്കുന്നോ? Yes. Is it clear? Yes, ma'am. ഓക്കെ, ഇവിടെ കോംപ്ലക്സ് നമ്പറിലോട്ട് വന്നിരിക്കുക. സെയിം വേ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്? എ സ്ക്വയർ മൈനസ് ഐ ബി ദ ഹോൾ സ്ക്വയർ. റൈറ്റ്? Is it clear? Okay, ma'am. Okay. Then it will be equal to, when we simplify it, it will be a square minus, what is I square? I equal to root of minus 1. What is I square? I square will be equal to, what is that? 1. Minus 1. Not 1. Okay. Ma'am, minus 1 root വരുമ്പോൾ okay, ma'am. റൂട്ട് ഓഫ് മൈനസ് 1 ആണ് ഐ എന്ന് നമ്മൾ പറയുന്നത്. അതന്നെ നമ്മൾ ഇമാജിനറി പാർട്ട് അതിനെ ഐ ആയിട്ട് നമ്മൾ കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അതിനൊരു വാല്യൂലോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. റൂട്ട് ഓഫ് 1 ആണെങ്കിൽ 1 ആണ്. നെഗറ്റീവ് വാല്യൂവിന്റെ സ്ക്വയർ റൂട്ടുകളിലോട്ട് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? -1. ഇപ്പൊ -25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? -1 ഇൻറ്റു 25 അല്ലേ? റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് 25. സോ 5i നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. Okay. സെയിം വേ ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? -1. സോ ഹിയർ സി എ സ്ക്വയർ മൈനസ് I square into B square. What is I square? I square is -1 into B square. This is in bracket. So it will be multiplied by minus, then A square minus into -1 will be +1. 1 into B square, that is, which will be equal to A square plus B square. So for complex number, ഇങ്ങനെ ഒരു ഫോർമുലകളൊക്കെ നമുക്ക് കോംപ്ലക്സ് നമ്പറിൽ വന്നു വരുന്നതാണ്. A plus IB into A minus IB will be equal to A square plus B square. When the numbers are strictly real, A plus B into A minus B will be equal to, what is that? A square minus B square. Is it clear? Yes, ma'am. Okay. So here, what is that? See, x plus I beta, alpha plus I beta into alpha minus I beta. We can write it as alpha square plus beta square. Isn't it? നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡയറക്ട്ലി ചെയ്തു പോകരുത്. ആൽഫ പ്ലസ് ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? സി, ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ദിസ് വൺ ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ഐ ബീറ്റ മൈനസ് ദിസ് ഈസ് 1 ബ്രാക്കറ്റ്. ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുമ്പോൾ when you do the problem, വളരെ ശ്രദ്ധയോടെ, be very careful. Okay, put the bracket. This is the first term. Okay, is it clear? Okay, minus the second product of these two, minus gamma plus IS into gamma plus IS. ഞാൻ വളരെ എന്താ പറയാ, പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ബുക്കിൽ ഇഷ്ടംപോലെ മിസ്റ്റേക്ക് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് പഠിച്ചു പോകുമ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തേ കൊണ്ടുപോകുള്ളൂ. ഓക്കെ ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്ന ഒരു തെറ്റാ എഴുതിയിരിക്കുന്ന ആൻസറിലോട്ട് വരുമ്പോൾ. അവരെ ശരിക്കും പറഞ്ഞാൽ അവരെ പ്രോബ്ലത്തിന്റെ അകത്ത് അവർ ഉദ്ദേശിച്ചത് ഇതായിരിക്കണം, ഗാമ പ്ലസ് IS ഗാമ മൈനസ് IS എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അവർ എഴുതിയിരിക്കുന്നത് അതല്ല. മനസ്സിലായോ? നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ. ഈ ക്വസ്റ്റ്യന്റെ എല്ലാ ആൻസർ ഇത് ഈ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. So what is alpha plus I beta into alpha minus I beta? The first term will be alpha square plus beta square by formula. Okay.
Hello, is it clear? Yes, ma'am. What about this one? Minus alpha into alpha, that will be minus alpha square. മാം ഒരു ഡൗട്ട് ചോദിച്ചു. മാം ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാമല്ലോ വേണമെങ്കിൽ എന്തോ? ക്യാൻസൽ ആയി പോകത്തില്ല. ക്യാൻസൽ ആയി പോകും. അതിലോട്ട് വരും നമ്മൾ ആൻസറിലോട്ട് വരും. നോക്ക് വാ. ദെൻ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്ട്ലി ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. മൈനസ് ഗാമ ഇൻറ്റു പ്ലസ് ഗാമ മൈനസ് ഗാമ സ്ക്വയർ അല്ലേ? ദെൻ ബാക്കി ടേമുകൾ രണ്ടെണ്ണം വരുന്നത് ക്യാൻസൽ ആയി പോകും. ഏതാ കോംപ്ലക്സ് ടേമുകൾ വരുന്നത്? മൈനസ് ഗാമ ഇൻറ്റു ഐ എസ് ആൻഡ് ഇവിടെ ഒരു ഐ എസ് ഇൻറ്റു ഗാമ. അത് ഞാൻ മുഴുവൻ എഴുതണോ? ഒന്ന് എഴുതിയാൽ ഓക്കെ. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം ഇതിനെ. ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ. മൈനസ് ഗാമ ഇൻറ്റു ഗാമ ഗാമ സ്ക്വയർ, then minus gamma into is, that is minus I gamma s. Is it clear? Yes, ma'am. Okay. Now we multiply these two terms by is. So is into gamma, which will be equal to plus I gamma s, then is into is. What is that? I square s square, isn't it? Okay, ma'am. Okay, that is minus s square. ആൻസറിലോട്ട് വരുന്നുണ്ട്. IS ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റത്തില്ല അല്ലേ? IS ഹോൾ സ്ക്വയർ എഴുതിയതാണ്, മൈനസ് ആക്കി ഞാൻ എഴുതി. ഓക്കെ മാം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, വേണമെങ്കിൽ എഴുതിക്കോളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ IS ഹോൾ സ്ക്വയർ എഴുതിക്കോളൂ ഒരു സ്റ്റെപ്പിൽ. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് എഴുതുമ്പോൾ വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിക്കോ. നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തു പോയാൽ പിന്നെ നമുക്ക് തെറ്റിപ്പോകത്തില്ല, കറക്റ്റ് ആവുകയും ചെയ്യും. തന്നെയല്ല, നമ്മൾ ആദ്യം നോക്കിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആൻസർ ശരിയാണോ എന്നുള്ളത്. പക്ഷെ ഓക്കെ, മൈനസ് ഓഫ് മൈനസ് ഗാമ സ്ക്വയർ. ഇനി ഐ ഗാമ എസ് ആൻഡ് മൈനസ് ഐ എസ് ഗാമ എസ് ആൻഡ് പ്ലസ് ഐ ഗാമ എസ് ക്യാൻസൽഡ് അല്ലേ? യെസ്. ഓക്കെ. പ്ലസ് ഐ സ്ക്വയർ എസ് സ്ക്വയർ. വാട്ട് ഈസ് ഐ സ്ക്വയർ? മൈനസ് വൺ എസ് സ്ക്വയർ. ഇതെന്ന് പറയുന്നത് ഇൻറ്റു ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കണം, എങ്കിൽ ഈ പ്ലസ് നമ്മൾ മാറ്റി വരുമ്പോൾ അത് മൈനസ് ആയി വരും. Isn't it? Okay, ma'am. So it will be equal to minus gamma square minus s square. Okay? ഇതിനൊക്കെ കൂടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാർട്ട് കിടപ്പുണ്ട് കേട്ടോ, ഞാനത് എഴുതിയില്ല എന്നുള്ളതേ ഉള്ളൂ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇവിടെ കിടപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഞാൻ ഈ പാർട്ട് മാത്രമേ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗാമ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കൂടി കിടപ്പുണ്ട്. സോ വെൻ വി ഇവാലുവേറ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. എന്ത് ഇവിടെ ഞങ്ങളുടെ ആൻസർ ഉണ്ട്. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓരോ പ്രാവശ്യം ഓരോ ഫോമുലകൾ, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമുലകൾ നമ്മൾ എഴുതുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇതൊക്കെ നമ്മൾ ലീനിയർ ഓൾജിബ്രയുടെ ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഫോമുലകളെല്ലാം ഉണ്ടാവും. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ റൈറ്റ് സൈഡിൽ ഒന്ന് എഴുതി അങ്ങ് പൊക്കോണം. ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇട്ടങ്ങ് എഴുതി പൊക്കോണം നിങ്ങൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, 2 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മെമ്മറിയിൽ അത് കാണും. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമുല വരുന്നൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിന്റെ സൈഡിൽ ഒരു ഇതിൻ്റെ അകത്ത് റെക്ടാങ്കിൾ വരച്ച് അതിൻ്റെ അകത്തൊന്ന് എഴുതി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുകയും ചെയ്യും പിന്നെ വരുമ്പോൾ, അല്ലേ? നമ്മുടെ മെമ്മറി കിടക്കുകയും ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ?
യെസ് മാം. ഓക്കെ, അപ്പൊ അത് മറന്നു പോരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഫോമുലകളൊക്കെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലോട്ട് വരുന്നതാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ സംശയം എന്തെങ്കിലും ഇതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നി നേരെ എക്സ്പാൻഡ് ചെയ്തോളുക. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലേ? Isn't it? Yes, ma'am. Okay. Then when we add 4ab to this a minus b whole square, what about this one? A square plus b square minus 2ab plus 4ab. What is that? This term will become endavum a square plus b square plus minus 2ab plus 4ab. What is that? 2ab. Isn't it? Yes, ma'am. What is that? A square plus b square plus 2ab. What is that? A plus b the whole square. Okay. Hello? യെസ് മാം, കേൾക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണ്ട. പക്ഷെ നമ്മൾ ഓരോ ആൻസർ എഴുതാൻ നേരത്തെ നമ്മൾ ചുമ്മാ ഒന്ന് റൈറ്റ് സൈഡിൽ ഒന്ന് എഴുതി ഒരു ഇതിൻ്റെ അകത്തൊന്ന് കവർ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഇത് മെമ്മറിയിൽ ഇതെല്ലാം ഡയറക്റ്റ്ലി എപ്പോഴും വേണമെന്നില്ല. എന്നാലും നമുക്കത് എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിലോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ടാണ്. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ ഒരു ഡിറ്റർമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ ഇതുപോലത്തെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലേ, കുറച്ച് ഇവാലുവേഷൻ കൂടുതൽ വരുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ വരുന്നതിൻ്റെ അകത്ത് ഇഫ് യു ഗെറ്റ് ഇനഫ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ആദ്യം ചെയ്തു വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാനുള്ളൊക്കെ കാരണം വിത്തിൻ 3 hours വി ഹാവ് ടു കംപ്ലീറ്റ് ദ എക്സാമിനേഷൻ, റൈറ്റ്? യു വിൽ ഗെറ്റ് ഓൺലി 3 hours. Isn't it? യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി സമയം കളയാതെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴോ നമ്മൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ല, ഇൻ ദ എക്സാമിനേഷൻ ഹോൾ ഓൺലി ഇത്രയും ഭാഗം ആദ്യമേ ചെയ്തിട്ടിട്ട് ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകുന്ന എല്ലാം ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുള്ളതാണേ ആദ്യമേ ചെയ്തിടുക. ഇത്തിരി കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇത്രയും ചെയ്തിട്ടിട്ട് ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷമേ ബാക്കിലോട്ടേ വരാവുള്ളൂ. ഇത്രയും ഓക്കെ? ഓക്കെ മാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴല്ല, എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ മാത്രം ആലോചിക്കേണ്ട ഒരു കാര്യം അത്. ഓക്കെ ഓക്കെ. ഓക്കെ. Now come to the determinants of order 3. 3 order determinantലോട്ട് നമ്മൾ വരുമ്പോഴോ നമ്മൾ 2ൽ ചെയ്ത പോലെ തന്നെ, പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു. ഇത് 2/2 ആയതുകൊണ്ട് അല്ലേ, നമ്മൾ ഡയഗണൽ എലിമെന്റ്സിനെ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സ് മൈനസ് ദ ഡയഗണൽ എലിമെന്റ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് വെൻ വി കൺസിഡർ ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3 എന്താണ്? ഇറ്റ് ഹാസ് 3 rows and 3 columns. See, we have 3 linear equations are there. A11 x1, generally we say that A11 x1, A12 xyz. Here the variables are xyz. That may be anyone, x1, x2, x3 or xyz, any variable. That is, these are 3 equations in 3 variables or 3 unknowns, A11, A12, A13, and the right hand side constants are denoted by B1, B2, B3. Likewise, we have 3 equations in 3 unknowns, x, y, z, right? Hello? Is it clear? Okay. Now that equation, the expression of the left side, the constant or the coefficients expression can be this one, A11, A12, A13. That is, A11 denotes the element of the first row and first column, Aij. ഞാനിത് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ith row and jth column. Aij denotes ith row and jth column. Okay. So A32 എന്ന് പറഞ്ഞാൽ ഏതാ? തേർഡ് റോ സെക്കൻഡ് കോളം. അതാണ് A32 എന്ന് പറയുന്നത്. Right? Is it clear? Yes, ma'am.
Okay. So the determinant of order, the coefficients order will be of order 3 will be, see, 3 rows and 3 columns are there. 3 means third row, third column. The element in the third row and third column. Okay, now it can be expanded as either of the row or either of the column. Use either to expand either. Okay, determinant that is a numeric value. A numeric value, a determinant, right? I think simplify a single term. Term means when we use only the variables, a single term. When the rows and columns are represented by numbers, that will be a digit, right? Okay, anyway, it can be simplified into a single term. Okay, is it clear? Yes, ma'am. Okay, so the matrix of order 3 can be expanded, and the matrix is denoted by delta. Usually matrix is denoted by the letter delta. We say that it has been expanded along the first row. It can be expanded along first row, any row, or by any column. Okay, by the first row, see, it can be expanded by the first row, A11. That is, first row A11 into first row element include we delete the row and column that includes that element, A11. So, determinant of this part. That is A11 into this determinant of 2 by 2. Determinant of order 2. That we already determinant of order 2 expand product of these 2 minus product of these 2. Isn't it? Yes, ma'am. Okay. Then I think I think refresh mind. Okay. Then alternate plus or minus minus A12 into A12 include in the rowing column, delete the bakiulladu. A21, A23, A21, A23, A31, A33. Okay. Then again plus the first row will expand either. Plus A13 into this element include in the row and column, then A21, 22, 31, 32. See? So this will be product of these 2 minus product of this. Be very careful. Expand bracket bracket multiply simplify multiply minus simplify multiply. These are the 3 terms. Okay. Now term simplify combine. Is it clear? Yes, ma'am. Okay. First row any row any column expand. Similarly, expand along second row. Second row expand then second row. So second row expand minus A2. That is alternate plus or minus minus 1 raised to I plus j actually use okay. Okay. Generally, second row element multiply simplify plus or minus actually property use minus 1 raised to I plus j. First row 1 1 minus 1 raised to 1 plus 1 2 minus 1 raised to 2 even number minus 1 raised to even number that will be positive minus 1 raised to odd number odd number that will be minus 1
Isn't it? അല്ലേ? ഹലോ, യെസ് മാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മാം അത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യുമോ മാം? ഏതാണ് ഇത്? അതായത് സൈൻ വരത്തില്ലേ? എന്തോ സൈൻ വരുന്നത് ആക്ച്വലി ഈ സൈൻ ഇവരിവിടെ എടുത്ത് എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വരുന്ന ഇതുണ്ട്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് വന്നു. അതേസമയം സെക്കൻഡ് റോയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ ഇത് കണ്ടോ, ഇത് 1 അല്ല 1 കേട്ടോ. A21 ഇത് ദിസ് ഈസ് A21 പ്ലസ് A22, ഇവിടെ മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്. ആ വരുന്നതിൻ്റെ അകത്തെ മീനിങ് ഇവിടെ 2+ വന്നിരിക്കുന്നത് AIJ എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏത് എലിമെന്റ് ആണ്, ഏത് റോയിലാണ് വരുന്നത്, AIJ ഇൻറ്റു ijth കോളത്തിനെ നമ്മൾ ഈ എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, ഡിറ്റർമിനന്റിലോട്ട് കൊണ്ടുവരുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സൈൻ എന്ന് പറയുന്നത് -1 റേസ് ടു AIJ എലിമെന്റ് എടുക്കുമ്പോൾ -1 റേസ് ടു I+J ആണ് എടുക്കുന്നത്. സോ -1 റേസ് ടു 2 + 1 എന്ത് വരും? -1 റേസ് ടു 3 എന്ന് പറയുന്നത് എന്താണ്? -1 അല്ലേ? അതുകൊണ്ടാണ് ഇത് -A21 വന്നത്. ഇനി A22 വരുമ്പോഴോ -1 റേസ് ടു 4, -1 റേസ് ടു ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി പോസിറ്റീവ്, isn't it? യെസ് മാം. ഓക്കെ, സോ ഇത് അതുകൊണ്ടാണ് ഇത് ശരിക്കും പോസിറ്റീവ് ആയത്. ദെൻ A23 എന്ന് പറയുമ്പോൾ A23 -1 റേസ് ടു 2 + 3 എന്താണ്? 5, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു -1, isn't it? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് റോ കൊണ്ട് ഏത് കോളം കൊണ്ട് ചെയ്താലും അത്രയും ഇത് ഈ എല്ലാത്തിന്റെയും ആദ്യത്തെ റോ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നെഗറ്റീവ് എവിടെ വരും, പോസിറ്റീവ് എവിടെ ബോധർ ചെയ്യണ്ട. നമ്മൾ ഈ AIJ എന്ന് പറയുന്ന ഏത് എലിമെന്റ് ആണോ വരുന്നത് അതിനെ -1 റേസ് ടു I+J നോക്കി വെച്ചാൽ മതി. അപ്പൊ അറിയാം അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ. Now evaluate. Okay, let's do one problem. Evaluate the following determined by expanding along the first row. If in the question it is specifically say that expand it by the first row, you should use it by first row. Okay, അത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ you can use any row or any column. Is it clear? യെസ് മാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക്കലി ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, the question is 2 5 -3 4 -1 5 3 6 2. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിൽ നമ്മൾ ചെയ്യുന്നെങ്കിലോ ഇതാണ് അല്ലെ, A11 ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ A11 A12 A13 ആണ്. A11 എന്ന് പറയുമ്പോൾ -1 റേസ് ടു 2 1 + 1, റൈറ്റ്? അതുകൊണ്ടാണ് ഇത് +2 വന്നത്. ഓക്കെ, 2 ഇൻറ്റു ഏത് വരും? 2ന്റെ റോയും 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ട് ഏത് വരും? -1 5 6 2. Is it clear? യെസ് മാം. Okay, then the second will be സെക്കൻഡ് കോളം എടുക്കുമല്ലോ മാം? അല്ലല്ല, സെക്കൻഡ് വിൽ ബി സെക്കൻഡ് ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ മാം. ഓക്കെ, ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഏത് വരും? -5 ഇൻറ്റു മൈനസ് വന്നത് എന്തുകൊണ്ടാണ് ഇവിടെ? ഇത് 1 1 ഇത് 1 2 ആണ്. 1 2 എന്ന് പറയുമ്പോൾ -1 റേസ് ടു 3 ആ. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് വന്നത്. ഓക്കെ, ഓഡ് ആയതുകൊണ്ടല്ലേ മാം? ഓക്കെ, ഓഡ് ആയതുകൊണ്ടാണ്. സോ -5 ഇൻറ്റു 5 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളത്തിനെയും ഡിലീറ്റ് ചെയ്യുക. ഹലോ മാം, അപ്പൊ ഓടാണെങ്കിൽ നെഗറ്റീവ് വരും, ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് അല്ലേ? തീർച്ചയായിട്ടും -1 ഇൻറ്റു -1 എന്താ? +1 അല്ലേ? ഇനി ഇത് -1 റേസ് ടു 2 അല്ലേ? 4 ആണെങ്കിലോ ഇതേപോലെ +1, 6 ആണെങ്കിലോ +1. അതേസമയം -1 ഇൻറ്റു -1 ഇൻറ്റു -1 അതായത് -1 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? -1 ഇൻറ്റു -1 ഇൻറ്റു -1. വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് +1 ഇൻറ്റു -1 വിച്ച് ഈസ് ഈക്വൽ ടു -1. ഈവൻ ആണെങ്കിൽ +1ഉം ഓഡ് ആണെങ്കിൽ -1ഉം വരും, റൈറ്റ്? Is it clear? Okay, so ഇത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഏത് വരും? -5 ഇൻറ്റു 4
5 അല്ലേ 4 5 3 2 അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. Then the third term will be minus 3 വന്നതും പ്ലസ് -3 എന്നാണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് -1 raised to this is 1 1 1 2 1 3 1 3 എന്ന് പറയുമ്പോൾ 1 plus 3 4 -1 raised to 4 is positive, right? Yes, ma'am. Okay, അപ്പോൾ plus into -3, so it will be -3 into this bracket. -3 into -3 include ചെയ്യുന്ന ഏത് വരും ഇവിടെ -3 include ചെയ്യുന്ന റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി ഭാഗം 4 4 minus -1 3 6. ഇനി ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 2 എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് ചെയ്യുമ്പോഴല്ലേ ഇതുപോലെ ബ്രാക്കറ്റിൽ ചെയ്ത് തന്നെ വരണം. ദാറ്റ് ഈസ് 2 into -2 into -1 into 2 എന്ന് പറയുന്നത് അറിയാം. -2 -6 into 5 -30 ഇതുപോലെ ബ്രാക്കറ്റ് എഴുതി പറഞ്ഞാൽ ഇല്ല തെറ്റിപ്പോ. Then -5 into 4 into 2 8 -5 into 3 15. Then -3 into 4 into 6 24 -1 into 3. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടി വേണം എഴുതി പോക്കോണം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ -3 എന്നുള്ളത് അതാണ് +3 എന്നവർ എഴുതി വെച്ചിരിക്കുന്നത്. Is it clear? Yes, ma'am. ഓക്കെ, ദെൻ അടുത്തത് ഇനി ബ്രാക്കറ്റ് കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാവുള്ളൂ. -2 into -30 that is -32, -5 into 8 -15 that is -7, -3 into 24 plus 3 27. Is it clear? Then 2 into -32 that is -64, -5 into -7 what is that +35, -3 into 27 then which is equal to -81. Then simplify, we get 110. -64. Okay, is it clear? Yes, ma'am. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തേ, ഇത് നോക്കാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് തനിയെ ചെയ്തേ. ഓക്കെ, തനിയെ ചെയ്തു വാ. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ചെയ്യുമ്പം ബി വെരി കെയർഫുൾ, ബ്രാക്കറ്റിൽ ഇട്ടിട്ടിട്ട് അവസാനം വന്ന് മാത്രം ഇതുകൊണ്ട് ഇതുപോലെ എഴുതി വരണം. അടുത്തത് എഴുതി വരണം. ഇവിടെ വേണം നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതിക്കോ. ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെ വരുന്നത് 6 into 4 24 -1 into 3 that is -3 ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇതൊരു ബ്രാക്കറ്റ്. ദെൻ ഈ സ്റ്റെപ്പിലോട്ട് എഴുതി വന്നാലും മതി. ചെയ്തേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി എടുത്തിട്ട് തനിയെ ചെയ്തേ. Madam, 2 times -1 5 6 2. ഫസ്റ്റ് ടൈം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? 2 അല്ല, അതിന്റെ ഈ ഫോർമേഷൻ ഇങ്ങനെയാണ് നമ്മള് ഇത് കിട്ടുന്ന. See, we are expanding by the first row. Okay. Okay, we have to evaluate the determinant will be a numeric value. Okay, so you have to evaluate the determinant by the first row or the second row, by any row or any column. In the question it is
asked to expand by along the first row. Okay. So you have to use this first row. So first element into the remaining part of the, we have to delete the row and column including that element. Okay. Okay, so 2 into this determinant minus 5 into that negative and positive value will come from the property minus 1 raised to I plus j. Aij. This is A. This is A11. See the general one. This is the first equation. A11, A12, A13. Second equation A21, A22, A23. Third equation A31, A32, A33. See, these are the representations. Okay. 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 So it will be 2 into this part, determinant of this part, right? Then minus 5 into minus comes from where? Minus 1 raised to, this is 1, this is 1, 1, this is 1, 2, right? A1, 2. So 1 plus 2, 3. Minus 1 raised to 3 is minus 1. So it will be minus 5 into, what is that? Deleting this row and this column. So 4, 5, 3, 2. Is it clear? Hello? Then third one, minus 3 into deleting this row and this column. So 4 minus 1, 3, 6. Then expand it and simplify it. When you expand it, put the brackets. Be very careful about the brackets. Okay. Is it clear? Hello? Is it clear? Yes, ma'am. Yes, ma'am. Okay, now do it by yourself. Don't look at the textbook or anywhere, but you do it by yourself. Initially some mistakes may be there, but you have to correct it by yourself. Then it will be very clear for you, and then after that you practice it. Okay. Then you won't feel any difficult.
ചെയ്യുന്നുണ്ടോ കുട്ടികളെ? പറ്റുന്നുണ്ടോ ചെയ്യാൻ? ഹലോ, ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് സൈൻ കൊടുക്കണ ഇടയ്ക്ക് മാറിപ്പോയി. അതാ ചെയ്യുന്ന, അതാ ഞാൻ പറയും. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾ സമയം എടുത്ത് ചെയ്തോ. ഓക്കെ മാം. ഇത് നന്നായി മനസ്സിലാക്കി പോണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഡിറ്റർമെന്റ് ഒന്നും നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു പോകുന്നേ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് ഇപ്പം ക്ലാരിറ്റി വരുത്തി തന്നെ ചെയ്ത് കോൺഫിഡൻസോടെ ആക്കി എടുക്കാന്നുള്ളു. യെസ് മാം.
ചെയ്യുന്നുണ്ടോ? മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ ഓക്കെ. മാം, ഒരു ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. നമ്മുടെ ലാസ്റ്റ് പോർഷൻ, അതായത് -3 കൊണ്ട് നമ്മൾ ഫസ്റ്റ്, അതായത് 4 - 1 3 4നെ മൾട്ടിപ്ലൈ മൂന്നാമത്തെ. അതെ, മൂന്നാമത്തെ പോർഷന് ഓക്കെ. അവിടെ നമ്മൾ ലാസ്റ്റ് വരുന്ന സമയത്ത് -3 × -3 -24 എന്നല്ലേ വരുന്നേ? ഇത് 4 × 6 അല്ലേ? 24 മൈനസ് -3. അത് ആക്ച്വലി -3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ വരുന്നേ? അതായത് A(1)(3) -3 അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. AB/C നമ്മൾ ചെയ്യുമ്പം ABC ഓക്കെ 4. ഓക്കെ. സോ നമ്മൾ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? AD A × this is 1 term minus B × C minus of this is it clear? Yes ma'am. AD minus B × C. So it will be 4 × 6 minus bracket -3 × -1. -3 × -1 വന്നതിന്റെ ആൻസർ ശരിയാണ്. പ്ലസ് ആവും. ജനറലി നമ്മൾ ഓക്കെ. ഈ പ്രോഡക്റ്റിനെ മൈനസ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ബ്രാക്കറ്റ് ഇട്ടിട്ട് പോവാവുള്ളൂ. നമ്മൾ ഒരു സ്റ്റെപ്പിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ബാക്കി ഓക്കെ മാം. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. കാര്യം ഇത് വളരെ സിമ്പിൾ ആണ് എന്ന് മനസ്സിലായി. ഇതിന്റെ കോൺസെപ്റ്റും വളരെ സിമ്പിൾ ആണ്, ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ വരുത്തും. അതുകൊണ്ട് ബി വെരി കെയർഫുൾ വെൻ യു ആർ ഡൂയിങ് ദിസ് മെട്രിക്സ് ഓർ ഡിറ്റർമിനന്റ് or whenever you evaluate a numeric expression. You should be very careful. And what about others? എന്തായി കുട്ടികളെ? ഓക്കെ മാം. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടോ? ഹലോ, 1-2 പേരോട് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. ചെയ്ത് കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, ഇപ്പൊ ചോദിച്ചയാളും കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ പറയുവാണ്, ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് മുഴുവൻ ചെയ്ത് നോക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ എന്താ പറയാ, ഈ വേരിയബിൾസിന്റെ ഈ ഡിറ്റർമിൻ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യണേ ആദ്യമേ ഈ ന്യൂമറിക് വാല്യൂ വരുന്നത് മാത്രം എടുത്തങ്ങ് ചെയ്യുക. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് 3-4 പ്രോബ്ലം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ക്ലിയർ ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരും. ആഫ്റ്റർ ദാറ്റ് യു ഇവാലുവേറ്റ് ദീസ് ടൈപ്പ് ഓഫ് determinants. Okay, is it clear? Yes ma'am. ഇത് ചെയ്ത് പോണം കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അത്ര എളുപ്പമല്ല. ഇതുപോലെ എഴുതി ഓരോന്നും ബ്രാക്കറ്റ് എഴുതി തന്നെ മുന്നോട്ട് പോകണം.
ഇപ്പം ഞാൻ അടുത്തതിലോട്ട് പോകുക അല്ലെ പിന്നെ നമ്മൾ തീരെ പുറകിലായി പുറകിൽ നിന്നല്ല നമ്മുടെ സിലബസ് നമുക്കൊന്ന് കവർ ചെയ്തു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. യെസ് മാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ തന്നിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന എല്ലാം ഇതിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ എല്ലാ ആൻസറും തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ തന്നിരിക്കുന്നതെല്ലാം ചെയ്ത് നോക്കുക ആദ്യം. അതിനുശേഷം നിങ്ങൾ ഈ വേരിയബിളിലോട്ട് വന്നാലും മതി. പക്ഷെ ഇതെല്ലാം ചെയ്ത് നോക്കണം, അത് ചെക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പക്ഷേ ദർ മേ ബി സം മിസ്റ്റേക്സ്, കുറച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്ക് പലപ്പോഴും കാണാറുണ്ട്. അത് ബോദർ ചെയ്യണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തിട്ട് എല്ലാവർക്കും ഇതിനകത്ത് തന്നിരിക്കുന്ന ആൻസർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്യാം. ഓക്കെ ഓക്കെ മാം. Okay, now come to the properties of the determinant. Okay, then minors and cofactors. That is, if delta is a determinant, then the minor mij, minor is denoted by capital Mij. Ij means ijth element. Okay, of the Aij, of the element Aij is determinant obtained by deleting the ith row and jth column of the determinant delta. That is M21. M21 will be the minor of the element 21. This is 21. Okay. Okay. Okay ma'am. So how can we obtain the minor? Mij of the element Aij is the determinant obtained by deleting the ith row and jth column of delta. That is, M21 means this is 21 element, delete this row and this column. So A12, A1 determinant A12, A13, A32, A33. See? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ വരുന്നു. ഓക്കെ, is it clear? Yes ma'am. So similarly we can identify the minor of all the elements M11, M12, M13, M21, 22, 23, M31, M32, M33 likewise. Okay, is it clear? Okay ma'am. Okay, and see, this is one property, that is the determinant, the value of the determinant will be equal to the product of the element and its minor. Sum of the product of the element and minor of the determinant can be expanded by using the any row or any column. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിലെ വെച്ച് നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. A11 M11 മൈനസ് A12 M12 പ്ലസ് A13 M13. നമ്മൾ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം ഈ പ്ലസ് ഓർ മൈനസ് വരുന്നത് -1 റേസ് ടു I പ്ലസ് ജെ ആണ് അതിന്റെ പ്രോപ്പർട്ടി. എവിടെ ഡിറ്റർമിനകത്തും മെട്രിക്സിനകത്തും ചെയ്യുന്നിടത്തെല്ലാം പ്രോപ്പർട്ടി സെയിം ആണ്. ഓക്കെ, സിമിലർലി വി ക്യാൻ എക്സ്പാൻഡ് ഡെൽറ്റ, the determinant along the second and third row. That is second row 21, 22, 23. This is negative because 2 plus 3. -1 raised to 2 plus 3. This is -1 raised to 2 plus 2. That is plus. -1 raised to 2 plus 3. 5. That is -1 raised to 5 is negative. Is it clear? Similarly for the third row also. Is it clear? Yes ma'am. Okay. Now come to the cofactor, means the signed minor. Minor sign variga, adana inde cofactor ennu പറഞ്ഞത്. That is, cofactor is denoted by capital letter Cij. This is also defined for each element. The cofactor Cij of the element Aij is the determinant. In the determinant delta is defined to be -1 raised to I plus j into Mij, where Mij is the minor of the element Aij. Okay, അപ്പോൾ കോഫാക്ടർ എന്ന് പറയുന്നത് സൈൻഡ് മൈനർ ആണ്. മൈനറിന്റെ സൈൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണോ സൈൻ വരുന്നത്, സൈൻ വിൽ ബി ടേക്കൺ ആസ് -1 റേസ് ടു I plus j. That is what we mean by cofactor. Is it clear? Yes ma'am.
ഓക്കെ ഓക്കെ. നൗ കം ടു സി. ഇനി നമ്മൾ ഏത് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും കോഫാക്ടർ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സി എല്ലാം പോസിറ്റീവ് ആയിരിക്കും. കാരണം കോഫാക്ടറിൻ്റെ അകത്ത് സൈൻഡ് മൈനറാണ്. ഇവിടെ മൈനറിന്റെ സൈനും കൂടി ഇട്ട് വേണമായിരുന്നു ചെയ്യാനായിട്ട്, മൈനറായി എടുത്തിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ സൈൻഡ് മൈനർ ആയതുകൊണ്ട് സി A11 C11 ഫസ്റ്റ് റോയ്ക്ക് വേണേൽ എക്സ്പാൻഡ് ചെയ്യാം. A12 C12 A13 C13. ദിസ് ഈസ് സെയിം ആസ് സെക്കൻഡ് റോ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. ഡെൽറ്റയുടെ വാല്യൂ സെയിം. ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്യാൻ സെയിം വാല്യൂ ആയിരിക്കും. ആക്ച്വലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മളൊരു 3/3 നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഫസ്റ്റ് റോ ഇതുണ്ട്, ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദിസ് ഇൻറ്റു ദിസ് വൺ അല്ലേ? ഇതാണ് നമ്മുടെ കോഫാക്ടർ ആണ്, ആക്ച്വലി സൈൻഡ് മൈനർ ആണ്. ഇസ്ന്റ് ഇറ്റ് Yes, ma'am. അല്ലേ? അത് തന്നെ, അതാണ് ആ പ്രോപ്പർട്ടിയിലോട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Okay, thus the sum of the elements of any row or column, this can be similarly do it by column also, of delta multiplied their corresponding cofactor is equal to the value of delta. Okay, now write down the minor and cofactor of the each element of the determinant. Okay, മൈനർ ആൻഡ് കോഫാക്ടർ. മൈനറിനെ നമ്മൾ M11 കൊണ്ട് ചെയ്യണം, MIJ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അത് ഓരോ എലമെന്റ്, ഇവിടെ 4 എണ്ണേ ഉള്ളൂ. M11 M12 M13 M14, അല്ല സോറി 21 22. ഓക്കെ, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എന്ന് പറയുന്നത് സൈൻഡ് മൈനർ, ദാറ്റ് ഈസ് -1 raised to 1 + 1 into M11. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ. Yes, ma'am. Okay, so the minor M11 of this minor എന്ന് പറയുന്നത് ഏതാ? 2/2 matrix എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റേ നോക്കുന്നുള്ളൂ അല്ലേ? This is M11. So deleting this row and column, it will be 5. Determinant of 5 will be 5. Then M12, 1 include -1 include 1 2 include ചെയ്യുന്ന row and column മാറ്റി, then it will be 2. Then 21, it will be determinant ഈ രണ്ടെണ്ണം മാറി കഴിയുമ്പോൾ this one -1. This is not the absolute value, this is the determinant value. Okay, Okay, ma'am. and M22 will be equal to determinant of 3. This is 22. Delete row and column including this 22. So it will be 3. Then what about the signed cofactor? C11 equal to -1 C11. Oh, there is a mistake. Not this plus. C11 equal to signed minor, -1 raised to 1 + 1 into C11 equal to -1 raised to 1 + 1 into M11. That is -1 raised to 2 into signed minor 5. Is it clear? You write it as C11 equal to -1 raised to 1 + 1 into M11. Okay. Is it clear? There is a mistake in there is a printing mistake. Hello? Yes, ma'am. Welcome. Is it clear? Yes, ma'am. So you write C11 equal to -1 raised to 1 + 1 into M11. M11 we already find it. So it will be equal to -1 raised to 2 will be 1. That is M11 will be equal to 5. C11 equal to 5. Is it clear? Yes, ma'am. Okay, now do it. Do this problem. Write down the minor and cofactor of the element. See, this is a determinant of order 2. So it will be very easy. But when the determinant is of order 3, you have to identify the value of this determinant of order 2. Right? Is it clear? Yes, ma'am. Okay, now do this problem. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തു.
കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, യെസ് മാം ചെയ്തോണ്ട്. കംപ്ലീറ്റ് ആക്കിയോ? ഒരു മിനിറ്റ് മാം. അവർ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 3x3 മെട്രിക്സിന്റെ ചെയ്ത് നോക്കണം കേട്ടോ. മെട്രിക്സ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3യുടെ ചെയ്ത് നോക്കണം കേട്ടോ. മൈനർ ആൻഡ് കോഫാക്ടേഴ്സ്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്തിട്ട് സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടല്ലോ അല്ലേ? യു ഹാവ് ദ സ്റ്റഡി മെറ്റീരിയൽ വിത്ത് യു, റൈറ്റ്? യെസ് മാം. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ബുക്ക് അടച്ചു വെക്കുക, നമ്മൾ ചെയ്യുക, ദെൻ ജസ്റ്റ് ചെക്ക് ഇറ്റ്. കംപ്ലീറ്റ് ആയോ? ഹലോ, ഹലോ, യെസ് മാം. കംപ്ലീറ്റ് ആയോ? യെസ് മാം. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഇയാൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഹലോ, ഹലോ, ഹലോ. ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാം. ഓക്കെ ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മാറി മാറി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഈസ് ഇറ്റ് ഓഡിബിൾ ആണോ അല്ലോ എന്നൊക്കെയുള്ള എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്.
കംപ്ലീറ്റ് ആക്കിയോ? Yes, miss. ഓക്കെ, പോട്ടെ, മുന്നോട്ട് പോട്ടെ. Okay, okay. Okay. Yes, ma'am. Now come the properties of determinants. First one, reflection rate. The determinant remains unaltered if its rows are changed into columns and columns into rows. If we interchange the rows and columns, its value will be unaltered. And value in change ഉണ്ടാവത്തില്ല. അതിനെ നമ്മൾ expand ചെയ്തെടുക്കുന്ന value. Okay. 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 Now the second property, if all the elements of a row or column are 0, then the determinant is 0. We know that determinant any row or column full 0 ആണ്. ആ റോ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ആ കോളം വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? So 0 into that, 0 into that, 0 into other part, right? Then in effect the value will be 0. Is it clear? Yes, ma'am. Okay. Now come to proportionality property. If the elements of a row or column are proportional or identical to the element of the some other row or column, then the determinant is 0. That is, when we expand it, see, നമ്മൾ proportion 1, suppose 1 1 1, then either 1 1 1 തന്നെ വരാം, സെയിം തന്നെ വരാം, അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് വരാം. അതായത് 2 into 2 2. So see, this first row is multiplied by 2, we get the second row. Okay, when each element of the first row multiplied by 2, we get the second row. Is it? Hello? Then the determinant value will be 0. Okay. Okay, ma'am. Okay. And the interchange of any two rows or columns of the determinant changes its sign. Determinant നമ്മൾ റോ ഒരു 2 റോയെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും R1 R2 റോകളെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇന്റർചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോയെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് സൈൻ വിൽ ബി ചേഞ്ച്ഡ്. അതെന്തുകൊണ്ടാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? 2 ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതുണ്ടോ, സെക്കൻഡ് റോ മാറി ഫസ്റ്റ് റോയിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ അതിന്റെ സൈൻ കണ്ടോ മാറി വരുന്നത്? അതായത് -1 raised to I plus j അല്ലേ വരുന്നത് അല്ലേ? അപ്പൊ 1 1ന്റെ സ്ഥാനത്ത് 2 1 വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? -i. ആ വാല്യൂ വിൽ ബി ചേഞ്ചിങ്. അതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റോയോ സെക്കൻഡ് റോയോ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈൻ ചേഞ്ച് ആവും, ഡിറ്റർമിനന്റ് വാല്യൂ. Now come to the scalar multiple property. If all the elements of a row or column, റോയ്ക്ക് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും കോളത്തിനും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് any row or column എന്ന് പറയുന്നത്. If all the elements of a row or column of a determinant are multiplied by a non-zero constant, then the determinant gets multiplied by the same constant. That is determinant value. ഇപ്പോൾ ഒരു റോയെ ഒരു കോളത്തിനെ നമ്മളിപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനന്റ് വിൽ ബി 5 into ഒറിജിനൽ ഡിറ്റർമിനന്റ് ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. If all the elements of a row or column of the determinant are multiplied by a non-zero constant, then the determinant gets multiplied by the same constant. Okay. Is it clear? Yes, miss. Okay. Now come to the sum property. That is, the first row is expanded, is each element is the sum of two elements. See, then the determinant will be equal to, we can split the determinant into 2. Okay. Hello, is it clear? Yes, miss. Okay, now come to the property of invariance, that is the determinant. See, these two properties are same, scalar multiple property and the property of invariance. If all the elements of a row or column are multiplied by, see, the first row, second column is multiplied by k and is added to the first column, right? That is multiplied by a non-zero constant, and then the determinant gets multiplied by the same constant. That is, the determinant remains unaltered by adding to a row or column k times the sum difference. ശരിക്കും അൺഓൾട്ടേഡ് അല്ല വരുന്നത്, ഇറ്റ് വിൽ ബി
gets multiplied by the same constant. It will be k into this determinant will be equal to k into this determinant. The right side. Okay. Is it Okay. clear? Okay. Now come to the triangle property. If all the elements of a determinant above or below the main diagonal consists of 0, then the determinant equal to the product of the diagonal elements. See the diagonal elements, all the elements below the diagonal elements are 0. Then see, when we expand the matrix by this row column, what is A1 into determinant of this part, right? That is B2 D3 minus 0. That is, it will be equal to A1 B2 D3, product of these two, right? Similarly, for this one, all the elements above the main diagonal elements are 0. That is, when we expand it by first row, it will be A1 into, what is that? Determinant of this part, right? So A1 into B2 C3 minus 0 into this, that will be 0. So it will be again equal to A1 B2 C3. Is it clear? Yes, Hello? ma'am. Okay, this is the triangle property. Now Z, evaluate the determinant. C. ഇതിനെ evaluate ചെയ്യാനായിട്ട് see ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് evaluate ചെയ്യാനായിട്ട് what they are doing is, see first row or കോളത്തിനെ 0 കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. സി ഇതിനെ ചേഞ്ച് ചെയ്തു. റോ 1 റോ 2 ചേഞ്ച് നമുക്കറിയാം. റോ ഓർ കോളത്തിനെ ചേഞ്ച് ചെയ്യുവോ അതിന്റെ ഈ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അതാണ് കാണിച്ചിരിക്കുന്നത്. സി ദിസ് സ്കേലാർ മൾട്ടിപ്പിൾ, ഇതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുവോ ആഡ് ചെയ്യുവോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇത് ഈ ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ റോ R3യെ R2നും ചേഞ്ച് വരുത്തി നോക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യുക. 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മൈനസ് 5 ഇൻറ്റു ഡിറ്റർമിനന്റ് 5 6 4 5 ദെൻ പ്ലസ് 6 ഇൻറ്റു ദിസ് പാർട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുപോവുക. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലോട്ട് കൊണ്ടുവന്ന് ബാക്കി രണ്ടെണ്ണം 0 ആക്കി കഴിഞ്ഞപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എയ്തർ ഡയറക്ട്ലി ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എയ്തർ നിങ്ങൾ ഡയറക്ട്ലി ചെയ്യുക, then evaluate the determinant where the omega is a cube root of unity. Okay, cube root of unity യുടെ പ്രോപ്പർട്ടി ആണ് ഇത്, this one അല്ലേ? ഹലോ, കേൾക്കാം മാം. ഓക്കെ, സോ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക. എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തായി? ദിസ് പാർട്ട്, ഈ ഓരോ ഇതും റോ അല്ലെങ്കിൽ ഒരു കോളം മുഴുവൻ 0 വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി 0. ഈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0, അതേതാണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണിത്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, Yes, ma'am. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നൗ കം ടു സി ഷോ ദാറ്റ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് നമുക്ക് ഷോ ചെയ്യേണ്ടത് അതിലോട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് ഇതൊന്നും ക്ലാസ്സിലെല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, കാരണം ഇത് എത്ര എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്ത് നിങ്ങൾ നോക്കണം. അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ഏതെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. കാരണം നമ്മളല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് 4 യൂണിറ്റ് ഉണ്ട്, ഓരോ യൂണിറ്റിൽ 4
ചാപ്റ്ററുകളും ഉണ്ട് അല്ലേ? 4 ടെക്സ്റ്റ് ഇല്ലേ? ഓരോന്നിൻ്റെ അകത്തും 4 വെച്ചുണ്ട്. അപ്പൊ നമുക്കത് കവർ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എത്ര സ്ലോ ആയിട്ട് പോയാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പോട്ടെ മുന്നോട്ട്. Yes, ma'am. Okay, now come to the application of determinant. First thing, area of the triangle. So, area of the triangle with vertices CA x1 y1, B x2 y2 and C x3 y3 is given by the expression. നമ്മൾ സ്കൂളിൽ പഠിച്ചത് എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഹാഫ് ബി സി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്? Yes, ma'am. ഓക്കെ, അതാണ് ആ ഫോമിലാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിറ്റർമിനന്റ് ആയിട്ട് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നോക്കിക്കേ, ദിസ് പാർട്ട്, ഈ ബ്രാക്കറ്റിലുള്ള പാർട്ട് എന്ന് പറയുന്നത് x1, അതായത് നമുക്ക് 3 പോയിന്റ്സ് ആർ ദർ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ആണ് അല്ലേ? എ ബി സി, x1 y1, x2 y2, x3 y3. സോ x1 y1, x2 y2, x3 y3 ആൻഡ് ദ ലാസ്റ്റ് കോളം വിൽ ബി 1. അതാണ് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പാർട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് പാർട്ട്. അപ്പൊ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, സോ ദ ഏരിയ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫസ്റ്റ് പോയിന്റ് ആണ് x1 y1, സെക്കൻഡ് പോയിന്റ് x2 y2, ദെൻ തേർഡ് പോയിന്റ് x3 y3. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, when we have given 3 points to find out the area of a triangle, you just find out the area by using this determinant. Is it clear? Yes, ma'am. Okay. Now we have another property. The 3 points lie on a straight line if and only if its area equal to 0. That is, this part 1/2 is not equal to 0, so this part will be, the determinant part will be 0. Okay, that means they lie on the straight line, means they are collinear. Okay, okay, then the area will be 0. That is what we mean by this determinant part will be 0. Is it clear? Okay, ma'am. Okay, now let us do one problem. Using determinant, when you are asking to find the area of the triangle by using determinant, you have to follow this method. Okay, don't use any other methods. Okay, see, 3 points are given. How can we identify the determinant area of the triangle? Area of the triangle will be equal to 1/2 into determinant. What is that? x1 y1, that is 1 4, x2 y2 2 3, x3 y3, that is -y 3, and the last column will be 1 1 1. Okay, 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 ma'am. okay, and do it by either directly use it or നമ്മൾ ഈ 2 വാല്യൂവിനെ 0 ആക്കിയതിന് ശേഷം, അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ ഏരിയ. കാരണം ഈ പാർട്ടിലോട്ട് നമ്മൾ വരുന്നുണ്ട്, മെട്രിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ റോ കോളം ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, അത് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കിലോട്ട് വന്ന് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇതെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. ഹലോ? Yes, ma'am. Yes, miss. ഓക്കെ, ചെയ്തേ, ഡു ദിസ് പ്രോബ്ലം. 1/2 മറന്നു പോകരുത് കേട്ടോ. ഡിറ്റർമിനന്റ് പാർട്ട് ഐഡന്റി, ഇത് ഇത്രയും എഴുതി, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു എന്ന് എഴുതി വെച്ച് കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ 1. Then you take out this part, determinant part, evaluate it. After that, put in equation 1. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചാൽ കുട്ടികൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്. ഇത് ചെയ്ത് ഈ ഡിറ്റർമിനന്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും, ബാക്കിയിലോട്ട് ഏരിയ ഓഫ് ദ ട്രയാങ്കിളിലോട്ട് വരത്തില്ല. ഓക്കെ, so first you write area of the given triangle equal to 1/2 into this determinant. Then evaluate this determinant. After that, multiply that by 1/2. Then you get the value.
ഓക്കെ ചെയ്തേ.
കിട്ടിയോ? ഹലോ മാം ഇത് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യണം തോന്നുന്നു മാം. കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒരു ദിവസം ഇത് വെച്ച് നിങ്ങൾ ഇതിലോട്ട് പോരണോന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സി. എങ്ങനെ വരും? 1 into 3 minus 3 into 1, that is -3 അല്ലേ? ഫസ്റ്റ് ടൈം. then -4 into this is ഈ റോയും ഈ കോളം കൂടെ മാറ്റി then എങ്ങനെ വരും? 2 1. നിങ്ങൾ ആ ഡിറ്റർമിനന്റ് എഴുതി തന്നെ അങ്ങ് പൊക്കോ, എന്നിട്ട് അങ്ങ് ചെയ്താലും മതി. 2 1 -5 1. this is determinant. then plus 1 into determinant. ഇതും പോവും അല്ലേ? 2 Yes, 3 2 3 -5 -3 എക്സ്പാൻഡ് ചെയ്ത് വരിക. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് ഇനി കൊണ്ടുവരണം മുന്നോട്ട്. സോ ഇറ്റ് വിൽ ബി എന്താവും? 1 into 3 minus -3. So 3 plus 3, which will be equal to 6, minus 4 into bracket 2 1 minus 5 1 ആയിരുന്നു. ഓക്കെ. സോ 2 minus 1 into -5. What is that? -5. Right? This is the main bracket. Plus 1 into bracket 2 into 3, 2 into -3, that is -6, minus bracket 3 into -5, right? Which is equal to -15. Is it correct? So it will be equal to 6 minus 4 into 2 minus -5. That is minus plus 2 plus 5, which is equal to 7. That is 4 into 7. Minus 4 into 7. Then plus ഇവിടെ -6 minus -15, which is equal to plus 15. So 6 minus 4 into 7 minus 28 plus -6 plus 15. What is that? Plus 9. So it will be equal to, again നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ again plus ആഡ് ചെയ്യുക. 15 minus 28, which is equal to, what is that? -13. Isn't it? Is it clear? okay ma'am. ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ. ബ്രാക്കറ്റുകൾ ഇട്ടിട്ടിട്ട് ഈ 2 ഒരു ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 2 ആണ്. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് തന്നെ പോകണം. So the area will not be negative. So we write it 1/2 into this determinant. See, determinant is -13. So 1/2 into 13. The area will not be negative. So it will be equal to 13/2
units. Is it clear? Okay, ma'am. Okay. So do the second one also. Then see, let us close this part by doing this one also. So show that the points A, B plus C. This is x1, this is y1. This is x2, this is y2, and this is x3, y3. Show that they are collinear means the area determinant part will be equal to 0. You have to show that this determinant. Okay. Okay, ma'am. See, this this is a printing mistake. So the determinant is x1, y1, x1, y1, x2, x1, x2, x3. They are A, B, C. y1, y2, y3. This is B plus C, C plus A, and A plus B. See, they are changing by the column 2, second column by adding first column and second column. Is it clear? Okay, ma'am. Okay. Then what they are doing? This is taking A, B, C outside. A plus B plus C. All are A plus C. There is a mistake. This is B plus C plus A. This is not A. See? The second column is changed to second column plus first column. So it will be B plus C plus A, and this element will be equal to C plus A plus B. This is C. So all the elements are of A plus B plus C. Okay. Okay, and A plus B plus C into 1. Here also A plus B plus C into 1. Here also A plus B plus C into 1. Okay. Okay, ma'am. So we can take A plus B plus C outside. This will be 1 into 1 into 1. So this column will be 1, this column will be 1. When these two columns, by the property, when two columns are identical, so the determinant will be equal to 0. Either you use that property or you expand it. Okay, ma'am. Okay. Then the area will be equal to 0. Then we say that the points are collinear. Is it clear? Yes, ma'am. Okay. ഓക്കെ. അത് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ ക്ലോസ് ചെയ്യാം. നമ്മുടെ സമയം കഴിഞ്ഞില്ലേ? ഓക്കെ. Okay, ma'am. 8 to 10 ആണ്. കൂടുതൽ ഞാൻ പോകുന്നില്ല. ഒത്തിരി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ടാവും. സോ ലെറ്റ് us ക്ലോസ് ടുഡേസ് ക്ലാസ്. പക്ഷേ യു ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ് നാളെ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ടേ ക്ലാസ്സിലോട്ട് വരാവുള്ളൂ. Okay, ma'am. ഓക്കെ. കാരണം നമ്മൾ നാളെ ക്രാമേഴ്സ് റൂൾ അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് അങ്ങ് തീരും. പിന്നെ നമ്മൾ അടുത്ത യൂണിറ്റോട്ട് മെട്രിക്സിലോട്ട് പോകാം. മെട്രിക്സിലോട്ട് പോകുമ്പോൾ ഇതേപോലെയാണ് ഓപ്പറേഷനിലോട്ട് കയറി വരുന്നത്. ഓക്കെ. അവിടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. Okay, ma'am. ഓക്കെ. ഓക്കെ. അപ്പം നാളത്തേക്കുള്ള പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. Okay, ma'am. Good night.